ഹായ് ഗേഷ്, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൻ്റെ മുന്നിൽ വെച്ചാണ് കേട്ടോ. ഞാനിന്ന് എൻ്റെ അനിയൻ്റെ കെട്ടുനിറക്കി അവിടെ പോയതാണ്. അപ്പോൾ ഒരുപാട് കാലമായി ഞാൻ ഈ അമ്പലത്തിൽ പോയിട്ട്. ഗൾഫിൽ നിൽക്കുന്ന വരുമ്പോഴൊക്കെ ഞാൻ ഈ അമ്പലത്തിൽ പോകാറുള്ളൂ. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ മുൻവശമാണ് ഈ കാണുന്നത്. അതിൻ്റെ മുന്നിൽ ഒരു നല്ല അടിപൊളി കുളമുണ്ട്. കുളത്തിൽ നല്ല താമരയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ അമ്പലം, തിരൂർക്കാട് മഹാശിവക്ഷേത്രത്തിൻ്റെ മുൻവശമാണ് കേട്ടോ അത്. ഞാൻ മുന്നിൽ വന്നിട്ട് ചെയ്ത വീഡിയോ ആണിത്. ഇതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ടുള്ളത് കുളമാണ് കേട്ടോ. കണ്ടില്ലേ, ഇതിൽ നല്ല ആമ്പൽപ്പൂവൊക്കെ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ഓരോന്നായിട്ടുള്ളൂ. നല്ല സൂം ചെയ്താലേ നമുക്കിത് കാണാൻ കഴിയുള്ളൂ. പിന്നെ ഇതിൻ്റെ വലിയൊരു കുളമാണ് കേട്ടോ. ഞങ്ങൾ പണ്ട് നീന്താനൊക്കെ പഠിച്ചത് ഈ കുളത്തു നിന്നാണ്. ഇതിൻ്റെ ഈ സൈഡ്, ഈ അക്കരന്ന് ആ അക്കരയ്ക്കൊക്കെ പോവുക. അങ്ങനെയൊക്കെ ഒരു അടിപൊളിയായ ഒരു നല്ല ഭംഗിയുള്ളൊരു കുളമായിരുന്നു. ഇപ്പോൾ അതിൽ ഈ ചണ്ടികളൊക്കെ കുടുങ്ങി വൃത്തിയേടായി കിടക്കുകയാണ്. എന്നാലും നമ്പൂരിമാർക്കൊക്കെ കുളിക്കാനും പിന്നെ ജനങ്ങൾക്ക് കുളിക്കാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ. അവിടെ കരകളുണ്ട്. അപ്പോൾ ഇതാണ് ആ അമ്പലത്തിൻ്റെ മുൻവശം. ഞാൻ അമ്പലത്തിൻ്റെ ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ അമ്പലത്തിൻ്റെ ഒരു ഭാഗങ്ങളാണ്. അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ മുൻവശം ഭാഗങ്ങളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. ഇത് അവിടെ കെട്ടുനിറ നടന്നുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ അനിയൻ്റെ കെട്ടുനിറക്കി പോയതാണെന്ന്. അപ്പോൾ അവിടെ കെട്ടുനിറ തുടങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. 10-17 സ്വാമിമാരുണ്ടായിരുന്നു കേട്ടോ അന്ന് അവിടെ കെട്ടുനിറയ്ക്കാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ഉപ്പുമാവും ചായയൊക്കെ അവിടെ ഓഡിറ്റോറിയത്തിൽ ചെറിയ. അപ്പോൾ നമ്മളിവിടെ അഖണ്ഡനാമം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ മാസത്തിൽ നമ്മളെ ഫസ്റ്റ് അഖണ്ഡനാമം ഉണ്ടായത് ഇവിടെയാണ്. ഇവിടെ നാമൂര ക്ഷേത്രത്തിലൊക്കെ ഒരു ദിവസമാണ് അഖണ്ഡനാമം ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അന്ന് നല്ല ഇവിടെ വൃത്തിയാക്കി ഉള്ള ഒരു ഭാഗങ്ങളാണ്. ഇവിടെ അതൊക്കെ പീഠം വെച്ചൊരു ഭാഗമാണ് കാണുന്നത്. അഖണ്ഡനാമത്തിന് പീഠം വെച്ചൊരു ഭാഗമാണ് കാണുന്നത്. അപ്പോൾ ഈ അമ്പലത്തിൽ അന്ന് സ്വാമിമാർക്ക് ഇങ്ങനെ റൗണ്ടായിട്ട് ചാടാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ നല്ല വൃത്തിയാക്കി അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്നലെ അവൻ വിളിച്ചപ്പോൾ ഇങ്ങനെ രാത്രി ഞാൻ പറഞ്ഞു ഞാൻ വരാം എന്ന് പറഞ്ഞ്. അപ്പോൾ വൈഫിന് വരാൻ കഴിഞ്ഞില്ല, മക്കൾക്കും വരാൻ കഴിഞ്ഞില്ല. മക്കൾക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു, പിന്നെ സ്കൂളിൽ പരീക്ഷയല്ലേ. മക്കളതിന് പോയി. അപ്പം ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്തു, അമ്പലത്തിൽ പോയി. അവൻ വിളിച്ചതല്ലേ, ഞാൻ പോയി അവൻ്റെ അടുത്ത് ചെന്ന് ഞാൻ അവൻ്റെ പിന്നെ കെട്ടുനിറക്കിനടുത്ത് ചെന്ന് അവൻ്റെ അടുത്ത് പോയി. പിന്നെ അവൻ്റെ ഒരു ഏട്ടനാണ് കേട്ടോ ഇത്. അവൻ പോളില്ല. അപ്പോൾ അവനെ കൂട്ടിയിട്ട് ഞാൻ വീണ്ടും ആ കുളം ഭാഗത്തൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ ഉമ്മർത്ത് നല്ലൊരു ആലിൻ്റെ തറയൊക്കെ ഉണ്ട്. ഈ ആലൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിൽ എത്രയും ചെറുതായിരുന്നു. പിന്നെ ഞാൻ ഇത് ഇവിടേക്ക് അങ്ങനെ വല്ലാതെ നാട്ടിൽ ഇങ്ങനെ ലീവിന് ചെല്ലുമ്പോൾ നമ്മൾ പോകുന്നല്ലാതെ വേറെ ആയിട്ട് ഞാനങ്ങോട്ട് പോയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ കാണുന്നതാണ് സുബ്രഹ്മണ്യ ക്ഷേത്രം. പിന്നെ അതിൻ്റെ ബാക്കിൽ വിഷ്ണു ക്ഷേത്രം ഉണ്ട്. ഇത് ശിവക്ഷേത്രമാണ്. അപ്പോൾ തിരൂർക്കാട് വരുന്നവർ ഈ ക്ഷേത്രത്തിൽ എന്തായാലും വരിക. ഓക്കെ, അപ്പോൾ ആരും മറക്കരുത്. ഇന്ന് നമ്മളെ നാട്ടിലൊരു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു വലിയ ക്ഷേത്രം തന്നെയാണ്. നല്ലൊരു ഭാഗങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ. ഇപ്പോൾ നല്ല വൃത്തിയാക്കിയൊക്കെ നമ്മൾ വീണ്ടും കുളത്തിന്റെ ഭാഗത്ത് വന്നിട്ടുള്ള ആ ഭാഗം കാണാൻ നല്ല ഭംഗിയില്ല കാണാൻ. കുറേ തെങ്ങുകളും കാര്യങ്ങളും. ഇത് ശരിക്കും കുളമാണെന്ന് തന്നെ തോന്നില്ല. കാരണം ഇവിടെ ഒരാൾ കുളിക്കുന്നുണ്ട്. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടിച്ചൻ എന്ന് പറഞ്ഞ ഒരാളാണ്. ആൾ കുളിക്കുന്നുണ്ടാവും. അപ്പം ഞങ്ങൾ കുട്ടിച്ചനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീഡിയോ പിടിക്കട്ടെ എന്നുള്ളത്. എൻ്റെ കൂടെ എൻ്റെ അനിയനും ഉണ്ട്. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഈ ഭാഗത്ത് കൂടി ഇങ്ങനെ നടന്ന് പോയിട്ടോ. അപ്പോൾ അവന് ഇവിടെ നിന്ന് കുറേ ഫോട്ടോകളൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫോണിൽ കുറേ ഫോട്ടോകളൊക്കെ ഞാൻ എടുത്ത് കൊടുത്ത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചിങ്ങനെ വീണ്ടും അമ്പലത്തിലോട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇവിടെ കുറേ മീനുകളുണ്ട് കേട്ടോ, പരൽ മീനുകൾ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് കണ്ട കുഞ്ഞി പരലായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട് ഇതിൽ കേട്ടോ. കണ്ണമ്പരാല് എന്ന് സാധനം, അടിപൊളി സാധനങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ ഇപ്പോൾ വീഡിയോ മറക്കാതെ കാണുക. ഓക്കെ, എല്ലാവരും വീഡിയോ മറക്കാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർ സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നെക്സ്റ്റ് വീഡിയോ.